കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു അപ്പസ്തോലന്മാരുടെ കൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു: ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ച് കുതിച്ചു ചാടുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ സമ്പന്നരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ ദുഃഖിച്ച് കരയും. മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം. അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുക. നമ്മൾ കേട്ട വചനഭാഗം നമ്മൾ ശരിക്കും നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്, ആരാണ് ദൈവത്തിൻ്റെ മനോഭാവത്തിൽ യഥാർത്ഥ ഭാഗ്യവാൻ? നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റാൻഡുകളിലൂടെയൊക്കെ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഒത്തിരിയേറെ ആളുകൾ ലോട്ടറി ടിക്കറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, ലോട്ടറി മേടിക്കാൻ വേണ്ടി. അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നാളെയാണ്, ആരാണ് ഭാഗ്യവാൻ? നിങ്ങളാണോ ഭാഗ്യവാൻ? ഇതെല്ലാം നമ്മളോട് അപ്പോൾ നമ്മളാണ് ഭാഗ്യവാൻ എന്നൊക്കെ കരുതി ഒത്തിരി ആളുകൾ ലോട്ടറിയൊക്കെ എടുക്കും. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു ചിന്താഗതി, അപ്രതീക്ഷിതമായ ഒരു വലിയ സൗഭാഗ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് കരുതിക്കൊണ്ട് ഒത്തിരിയേറെ ആളുകൾ ജീവിക്കുന്നു. പലപ്പോഴും ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാ സുഖസൗകര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവന് സ്വന്തമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭാഗ്യപ്പെട്ട ജന്മമെന്ന് അല്ലെങ്കിൽ ഭാഗ്യപ്പെട്ട ജീവിതമാണെന്നൊക്കെ ഒത്തിരി ആളുകൾ പറയാറുണ്ട്. നല്ല ഒരു വീടും പറമ്പും സമ്പാദ്യവും ഒക്കെ ഉണ്ടെങ്കിൽ, ഒത്തിരി നല്ല സാലറിയൊക്കെ ഉള്ള നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒത്തിരി നല്ല കൂട്ടുകാർ സഹായിക്കുവാനായിട്ട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഇവനൊരു ഭാഗ്യമുള്ള വ്യക്തിയാണ്. ഇത്രയും ഭാഗ്യമുള്ളൊരു വ്യക്തിയെ വേറെ കണ്ടിട്ടില്ല. ചില കുടുംബത്തിൽ ചില ആളുകൾ പറയാറുണ്ട്, ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ ഇതുപോലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. 3-ാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും ചിലപ്പോൾ. ചില ആളുകളുടെ മുഖഭാവമൊക്കെ അത് പറയുമ്പോൾ തന്നെ മാറുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ലോകത്തിൻ്റെ ഈ ഒരു സ്റ്റാൻഡേർഡിനേക്കാൾ വിരുദ്ധമായിട്ട് ഈശോ പറയുന്നൊരു കാര്യമാണ്, കരയുന്നവരാണോ, ദരിദ്രരാണോ, നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ, മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയാണോ, അപമാനിക്കുകയാണോ, നിങ്ങൾ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഒരു കാഴ്ചപ്പാടിൽ സഹനങ്ങളുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിളിക്കുന്ന പേരാണ് നീ ഭാഗ്യവാൻ. നമ്മൾ വായിച്ചു കേട്ട 1ാമത്തെ വായനയിൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതം ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ. അവൻ ഭാഗ്യവാനാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ജീവിതം ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് സമൃദ്ധമായിട്ട് വളരുവാനായിട്ടുള്ള, ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ കൃപ അതിനുണ്ട്.
നമ്മുടെയൊക്കെ ജീവിതങ്ങളും അപ്രകാരമായി തീരുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കറിയാം, ഒത്തിരി ഈ ആലയത്തിലാണെങ്കിലും ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുമ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ വലിയ പ്രാർത്ഥനയും നിയോഗങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടുത്ത സഹനങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം, കടബാധ്യതകളൊക്കെ മാറണം. ഇതൊക്കെ പലപ്പോഴും ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കുവാനും അഭയം പ്രാപിക്കുവാനും ദൈവം മാത്രമാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നിടത്ത് നമുക്ക് സഹായമായിട്ടുള്ളത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമ്മുടെ മനസ്സ് ശരീരവും നമ്മളെ പ്രേരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദൈവത്തിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഭാഗ്യപ്പെട്ട ജീവിതങ്ങളായിട്ട് മാറും. വീണ്ടും ഈ ഒരു വലിയ ബോധ്യം ജീവിതത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കൂട്ടം ജനതയായിരുന്നു യഹൂദ ജനം, ഇസ്രായേൽ ജനം. തുടക്കം മുതൽ ദൈവം ഇസ്രായേൽ ജനതയെ വിളിക്കുന്ന സമയം മുതൽ ഇസ്രായേൽ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ബോധ്യം ദൈവം തരും. അബ്രാഹാത്തിനോട് ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, ബലിമൃഗം എവിടെയാണ്? വിറക്കും തീയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, ബലിമൃഗം എവിടെയാണ്? ബലിയർപ്പിക്കുവാനായിട്ടുള്ള ആട് എവിടെയാണ്? അപ്പോൾ അബ്രാഹാം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തരും, ദൈവം നടത്തും, ദൈവം പരിപാലിക്കും. ഇത് അവരുടെ ഒരു വലിയ ബോധ്യമായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവം അവർക്കൊരു വലിയ ശക്തമായ ഒരു കോട്ടയായ അഭയമായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തനം നമ്മൾ കൂടെ വായിക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്നത് കോട്ടയായി അല്ലെങ്കിൽ സംരക്ഷണമായി ഇസ്രായേൽ ജനതയുടെ കൂടെ നടക്കുന്ന ദൈവം. അതുപോലെ തന്നെ 23-ാം സങ്കീർത്തനം പറയുന്ന കാര്യമാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. എനിക്ക് കുറവുണ്ടാകത്തില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്നെ വഴി നടത്തുന്നതും എന്നെ പരിപാലിക്കുന്നതും ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണം എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടത്, കർത്താവിൽ തൻ്റെ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. ലോട്ടറി അടിക്കുന്നവനും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഉള്ളവനും എല്ലാം മറിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളെല്ലാവരും അനുഗ്രഹീതരാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോഴാണ്. വീണ്ടും സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നത് സമ്പന്നരായിട്ടുള്ളവർക്കും ദുരിതം എന്നാണ് പറയാം. അതായത് ഈശോ സമ്പത്തിനെതിരായിട്ട് സംസാരിക്കുന്നില്ല. പലപ്പോഴും ആ സമ്പത്തിൽ മതിമറന്ന് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകൾക്ക് അതൊരു വലിയ അവരുടെ മുമ്പിലുള്ള വലിയ അപകടം കൃത്യമായിട്ട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊരു അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വചനം, അതുപോലെ തന്നെ ഒരു വാണിംഗും കൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പലപ്പോഴും നമ്മുടെ സമ്പത്തിലും നമ്മുടെ കഴിവിലും ശരീരത്തിൻ്റെ സൗന്ദര്യത്തിലുമൊക്കെ മതിമറന്ന് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് ദൈവത്തെക്കാൾ അധികമായിട്ട് സമ്പത്തിലും മനുഷ്യ വ്യക്തികളിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും മറ്റ് പ്രബോധനങ്ങളിലൊക്കെ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റും. ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ, അല്ലാത്തവന് വലിയ ദുരിതം. ഈ ഒരു കാര്യം ക്രിസ്തു പറഞ്ഞു വയ്ക്കുകയാണ്. വീണ്ടും നമ്മുടെയൊക്കെ ഈ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക? എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിനോട് അത്രമാത്രം ചേർന്ന് ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ മറുപടി പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് 15-ാമത്തെ അധ്യായത്തിൽ, ഈ ലോകത്തിലെ വസ്തുക്കൾക്ക് വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. അത്രയും നേരം ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു, നിർഭാഗ്യവാന്മാർ ആരാണ് എന്നുള്ള കാര്യം കൂടെ വചനം പഠിപ്പിക്കുകയാണ്. അതായത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാം നേടണം, അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്താഗതിയല്ല. മറിച്ച് ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി കാത്തുവച്ചിരിക്കുന്നത് നിത്യതയാണ്. അതായത് ദൈവത്തോട് കൂടെ മനുഷ്യനുമായിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് തിമോഥെയോസിനെ ഈ ലേഖനത്തിൽ കാണുന്നത്, എല്ലാ മനുഷ്യരും സത്യം അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്.
എല്ലാ മനുഷ്യരും. അതുകൊണ്ട് ആരും നശിച്ചു പോകണം, ആരും നരകത്തിൽ പോകണമെന്നൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവം ലോകത്തെ അത്രയും അധികമായി സ്നേഹിച്ചു, തൻ്റെ പുത്രനെ പോലും ലോകത്തിലേക്ക് നൽകുന്നത് ലോകത്തെ വീണ്ടെടുക്കാൻ വേണ്ടി. ആരും നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും ദൈവത്തോടൊപ്പമായിരിക്കാനായിട്ട് ദൈവം നമ്മളോട് പറയുന്ന കാര്യമാണ്, ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് നമുക്ക് വേണ്ടി ദൈവം ഒരു വലിയ സൗഭാഗ്യം ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് നേടാൻ പറ്റുവാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു പരിശുദ്ധ കുർബാനയിൽ ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം എപ്രകാരമുള്ളതാണ്. പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ജീവിതങ്ങളാണോ നമ്മുടേത്? അതോ ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന അക്ഷയവും ഒളിമങ്ങാത്തതുമായ ആ ഒരു വലിയ സൗഭാഗ്യം നേടുവാനായിട്ടാണോ ഞാൻ പ്രയത്നിക്കുക? അങ്ങനെ അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്കൊരു പുതിയ അർത്ഥവും മാനവും ഒക്കെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നതിന്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈശോ പറഞ്ഞ കാര്യമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് 2 നില വീട് കിട്ടുമെന്നോ അല്ലെങ്കിൽ അവന് ജോലി കിട്ടുമെന്നോ അല്ല കർത്താവ് പറയുന്നത്, അവന് നിത്യജീവൻ. പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും ദൈവം ഒരുപോലെ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിത്യജീവൻ. അത് കിട്ടും. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ആ ഒരു വലിയ സൗഭാഗ്യം സ്വന്തമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം, അതിനുവേണ്ടി അതാണ് ലോകത്തിന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരായി മാറുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.